ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല, ഇത് പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ, അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ശ്രീ ഷുജിത് പണിക്കർ ആരാധനയുടെ ഭാഗമായി നടത്തുന്നതാണ്, ദേവസ്വം ബോർഡ് നടത്തുന്നതാണ്. പക്ഷേ പരിപാടി അടുത്തപ്പോഴേക്ക് പോസ്റ്ററിൽ മുഴുവൻ പിണറായി വിജയനും ദേവസ്വം മന്ത്രിയുമാണ്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ശ്രീ വിനു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM ആഭ്യന്തരമായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതനുസരിച്ച് ഹിന്ദു വോട്ടുകൾ, വിശേഷ ഈഴവ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകലുന്നു, അത് BJP-യിലേക്ക് പോകുന്നു തുടങ്ങിയ കുറേയധികം ആഭ്യന്തരമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോയിരിക്കുന്ന ഹിന്ദു വോട്ടർമാരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് അയ്യപ്പ സംഗമം എന്ന് നിസ്സംശയം പറയാം. ഈ പരിപാടി നടത്തുന്നത് കേരള സർക്കാരാണ് എന്ന് നമുക്കറിയാം. സർക്കാരിന്റെ താല്പര്യത്തിലാണ് നടത്തുന്നത്. ഇപ്പൊ ഈ പുലിപ്പുറത്ത് കയറി അയ്യപ്പൻ വരുന്നത് പോലെ ദേവസ്വം ബോർഡിന്റെ പുറത്ത് കയറി പിണറായി വിജയൻ എഴുന്നള്ളുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ പുലിക്കല്ല പ്രാധാന്യം, അയ്യപ്പനാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനല്ല പ്രാധാന്യം, ശ്രീ പിണറായി വിജയനാണ് എന്നതുകൊണ്ടാണ് ഈ ഹോർഡിങ്ങുകളിലും പരസ്യങ്ങളിലും എല്ലാം തന്നെ നമ്മൾ ശ്രീ പിണറായി വിജയന്റെ ഫുൾ ബോഡി ഫുൾ ഫിഗർ ഇതൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. ഞാനതൊന്നും അറിയുന്നില്ലെന്നാണ് വിചാരം. സത്യത്തിൽ ഈ ഒരു സമയത്ത് അയ്യപ്പ ഭക്തരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ചോദിക്കേണ്ടത് ഈ വിഷയത്തിൽ CPM-ന്റെ സത്യസന്ധത എന്താണ് എന്നാണ്. ജനക്ഷേമം മാത്രമാണോ ഉദ്ദേശം? അതെ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി അല്പം മുമ്പ് പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ബൈറ്റിൽ പറയുന്നുണ്ടല്ലോ, ശബരിമല എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്, അതിന്റെ സന്ദേശമാണ് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ പണച്ചെലവില്ലാതെ, ഈ മെനക്കേടില്ലാതെ ഈ സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനും ആഗോള ശ്രദ്ധ മാധ്യമങ്ങൾ അടക്കം ഈ കാര്യത്തിൽ കൊടുക്കുന്നതിനും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്ത്? ഈ സർക്കാരിൽ നിന്ന് അതിൽ യോഗ്യരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ചേർന്ന് കെട്ടുമുറുക്കി ശബരിമലയിൽ പോയി തൊഴുക. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പാർട്ടികളിൽ നിന്നുള്ള ഒരുപക്ഷെ ശ്രീ KB ഗണേഷ് കുമാറോ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനോ അല്ലാതെ കെട്ടും മുറുക്കി ശബരിമലയ്ക്ക് പോകാൻ തയ്യാറാകുന്ന CPM-ന്റെ എത്ര മന്ത്രിമാരുണ്ടാകും, എത്ര MLA-മാരുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഭക്തരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗണപതിയൊക്കെ തന്നെ വെറും മിത്താണ് എന്ന് പരിഹസിച്ച ആൾക്കാർ, ശബരിമലയിലെ കഴുതകൾക്ക് പോലും തന്ത്രിമാരെക്കാൾ ചൈതന്യമുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ ആൾക്കാർ, തന്ത്രിമാർ അടിവസ്ത്രം ഇടുന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞ ആൾക്കാർ, തന്ത്രിമാരുടെ ബ്രഹ്മചര്യത്തെ നമ്മൾ അല്പം മുമ്പ് കേട്ടതാണ് പറഞ്ഞ് കളിയാക്കിയിരിക്കുന്ന സാക്ഷാൽ പിണറായി വിജയൻ പൂജാരിയും ബ്രഹ്മചാരിയാവണം. അയ്യപ്പനും മാളികപ്പുറവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ ശ്രീ M സ്വരാജ്, അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നി അയ്യപ്പൻ ചിങ്ങമാസം 1-ാം തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്ത് തന്നെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18-ാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആൾ അയ്യപ്പൻ എന്ന് പറയാ? അങ്ങനെയുണ്ട്. 18-ാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്ത് തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇവർ പണിത വനിതാ മതിൽ, ഇതെല്ലാം ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്തിനാണ് പമ്പയുടെ പമ്പാ ഗണപതി ഉണ്ടല്ലോ പമ്പയില്, അപ്പൊ പമ്പയില് അവിടുത്തെ പമ്പാ ഗണപതിയുടെ മുന്നിൽ വെച്ച് ഈ മിത്തിന്റെ പേരിൽ ഒരു ആഗോള സംഗമം നടത്തുന്നത് എന്നുള്ളതിനെ പറ്റി ഇവർ പറയേണ്ടതാണ്. അതിനെപ്പറ്റി ഇവർ പറയുന്നില്ല. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അപ്പൊ ഇങ്ങനെ പൂർണ്ണമായിട്ടും ഹിന്ദുക്കളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന, പൂർണ്ണമായിട്ടും ശബരിമല വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത്, ഒരു ആഗോള അയ്യപ്പ സംഗമം ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർ ചോദ്യം ചെയ്യും. ഹിന്ദു അമ്മണി അങ്ങോട്ട് ആവശ്യപ്പെട്ടു, തനിക്ക് പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ പറഞ്ഞിരുന്നത് എന്താ? അങ്ങനെ വരണ്ട, അങ്ങനെ ക്ഷണിക്കില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ആനയിച്ച് കൊണ്ടുപോയ യുവതികളെ ഈ ഒരു സമയത്ത് അവിടെ കൊണ്ടുവരാതെ അയിത്തം കൽപ്പിച്ച് നിർത്തുന്നത്? സത്യം പറഞ്ഞ ആർട്ടിക്കിൾ 7 അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതാരെ പ്രവർത്തിപ്പിക്കുന്നത്? സർക്കാരാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഇതുവരെ എതിർത്തിരുന്നത്, ആ കാര്യങ്ങളെ മുഴുവനും നിങ്ങൾ ചുട്ടു തിന്നതിന് ശേഷം ഒരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പെന്നുള്ള വാക്കാണ് പറയേണ്ടത്, പക്ഷെ ഒരു നാണവുമില്ലാതെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിഴുങ്ങിയതിനു ശേഷം ഞങ്ങൾ അങ്ങനെ ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ഞങ്ങളാണ് ഇവിടെയുള്ള സനാതന ധർമ്മത്തിന്റെയും അയ്യപ്പ വിശ്വാസത്തിന്റെയും കസ്റ്റോഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് സർക്കാർ നടത്താതെ അതിനുള്ള ഒരു പുലിയായിട്ട് അവിടെ ദേവസ്വം ബോർഡിനെ കണ്ടിട്ട് അയ്യപ്പൻ കളിക്കുകയാണ് ഇവിടെ ശ്രീ പിണറായി വിജയൻ എന്നുള്ളതാണ് വസ്തുത. അതല്ലാതെ പിണറായി വിജയൻ പറഞ്ഞു തന്നിട്ട് ഈ നാട്ടിൽ ഒരാൾക്കും ശബരിമല വിശ്വാസത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ അവിടെയുള്ള മതനിരപേക്ഷത എന്താണെന്നോ എന്നതിനെ പറ്റി ഒന്നും അറിയേണ്ടതില്ല. പിണറായി നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? കവചകുണ്ടലുകളുമായിട്ട് യുവതികളെ അവിടെ കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന സർക്കാരിന്റെ ആൾക്കാരെയും ഒക്കെ തന്നെ നമുക്കറിയാമെന്നേ.
അപ്പോൾ 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാരിലുള്ള ആൾക്കാർക്കും CPM ആൾക്കാർക്കും ചിലപ്പോൾ ഓർമ്മ നശിക്കുമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള സാധാരണക്കാർക്കും ഭക്തർക്കും അമ്നേഷ്യ ബാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറ്റിപ്പോയത് തെറ്റാണ് എന്ന് പറയാതെ ഇതുവരെ നിങ്ങളുടെ ഓരോ നേതാക്കന്മാരും, വലിയ പിണറായി വിജയനും ചെറിയ പിണറായി വിജയനും പറഞ്ഞിരിക്കുന്ന തന്ത്രിമാരെ അധിക്ഷേപിക്കുന്നത് ഉൾപ്പെടെ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെറ്റുപറ്റിപ്പോയി, ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയാതെ എന്ത് തരത്തിലാണ് ഇവിടെ നിങ്ങളെ ആൾക്കാർ ഇവിടെ വിശ്വസിക്കേണ്ടത്? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾ നടത്തിക്കോ. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? പക്ഷേ പവിത്രതയെ ബാധിക്കരുതെന്നാണ്. ഈ പത്രയെങ്കിലും ഹൈക്കോടതി പറഞ്ഞത് നന്നായി. കാരണം പവിത്രതയെ ബാധിക്കുന്ന, ആ ക്ഷേത്രത്തിനെ ബാധിക്കുന്ന കുറേയധികം കാര്യങ്ങൾ യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ ചെയ്തു കൂട്ടിയിരിക്കുന്ന കുറേയധികം ആൾക്കാർ ഇന്നത് വലിയ തിരിച്ചടി കിട്ടിയെന്ന് മനസ്സിലാക്കുമ്പോൾ പാർട്ടിയെ വിട്ടിട്ട് മറ്റു പാർട്ടികളിലേക്ക് വോട്ടർമാർ പോകുന്നു എന്ന് കാണുന്ന സമയത്താണ് ഇത് നടത്തുന്നത്. ഇപ്പൊ നമ്മൾ ഭാരതാംബ വിവാദം കാണുന്നുണ്ടല്ലോ, നോക്കിക്കോ, കുറച്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആഗോള ഭാരതാംബ സംഗമം കൂടെ ഉണ്ടാകും. കാരണം എന്താ? ഇപ്പൊ ഇവരിതിനെ എതിർക്കും. നാളെ ഒരു കാലത്ത് ഈ ഭാരതാംബയ്ക്ക് അടിത്തറ കൂടുതലാണ്, കൂടുതൽ വിശ്വാസം അതിലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ ഇവരുടെ പ്രത്യയശാസ്ത്രത്തിനെ മുഴുവൻ വെറുതെ വിട്ട് 4 വോട്ടിന് വേണ്ടി ആരുടെ കാല് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ തയ്യാറാകും. അപ്പൊ നിങ്ങളെ ഇന്നാട്ടിലുള്ള അയ്യപ്പ ഭക്തർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സമസ്താപരാധം പറഞ്ഞ് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആരാധനാ സ്വാതന്ത്ര്യത്തിനേക്കാൾ മുകളിലാണ് ലിംഗസമത്വം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് പറയും? ലിംഗസമത്വത്തിനേക്കാൾ മുകളിലാണ് ആരാധനാ സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ടാണ് ബിന്ദുമണി വരണ്ട എന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാഴികയ്ക്ക് 40 വട്ടം ഈ ഒരേ നാക്കുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? ഒരേ ബ്രെയിൻ വെച്ച് തന്നെയല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് തരാതരം തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ നയം, നിങ്ങളുടെ ഈ ആൾക്കാരോടൊപ്പം കാണുന്ന മാനവികത, നിങ്ങളുടെ വനിതാ മതിൽ, ഇതിനെല്ലാം പൂട്ടിക്കെട്ടി തട്ടിൻപുറത്ത് കൊണ്ടുവച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർത്തതിന് ശേഷം മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾ വന്ന് പറയുകയാണ് നിങ്ങളാണ് അയ്യപ്പ ഭക്തരുടെ കസ്റ്റോഡിയൻസ് എന്ന്. നാണമുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ശ്രീ VN വാസവനോടും ശ്രീ പിണറായി വിജയനോടും മറ്റുള്ള എല്ലാ ചെറു പട്ടാളക്കാരോടും ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആ ലെവലേശ നാണമുണ്ടോ എന്നാണ്. പിന്നെ ഇതിലാകെ നമുക്കൊരു വൈക്ലഭ്യം പറയാവുന്നുണ്ടെങ്കിൽ ഈ അയ്യപ്പനും വാവരും എന്ന കൺസെപ്റ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ റിയാസിൻ്റെ ചിത്രങ്ങളാണ് വെക്കേണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ മതസൗഹാർദ്ദം ഒന്നുകൂടി ഊഷ്മളമാക്കി അത് കുറച്ചും കൂടി ആ ശബരിമലയുടെ മഹത്വം ജനങ്ങളിൽ എത്തിച്ചത്. പിന്നെ ശ്രീജിത്ത് പണിക്കരോട് പറഞ്ഞു, ഇവരുടെ ആരും വീട്ടിലുള്ള ആരും ഈ നേതാക്കന്മാർ സഖാക്കളും MLA മാരും മന്ത്രിമാരും ശബരിമലയ്ക്ക് പോകാറുള്ളത്. അത് പൂർണ്ണമായി ശരിയല്ല. ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഇരുന്നിടത്ത് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാറും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുടെ മകൻ ബിനീഷ് കോടിയേരി ഒരുമിച്ച് ക്ലിഫ് ഹൗസിൽ നിന്ന് കെട്ടുനിറച്ചാണ് ശബരിമലയ്ക്ക് പോയത്. പിന്നെ ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് CPM-ന്റെ ഏതെങ്കിലും ഒരു മന്ത്രിയോ MLA-യോ കെട്ടുമുറുക്കി പോകാൻ തയ്യാറാകുമോ എന്നാണ്. ശ്രീ ജയശങ്കർ പറഞ്ഞത് മന്ത്രിമാരെ കുറിച്ചോ MLA-മാരെ കുറിച്ചോ അല്ല. അത് ശരിയാണല്ലോ, ആ ബുദ്ധി എനിക്ക് പോയില്ല. അപ്പോൾ യഥാർത്ഥ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ CPM-കാരാണ്, പ്രത്യേകിച്ച് നേതാക്കന്മാരാണ്. പിന്നെ പിണറായി വിജയൻ അന്ന് ഒരു ഹാലിളകിയിട്ട് നവോത്ഥാനം നടപ്പായി കഴിഞ്ഞാൽ വോട്ട് കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഈ നവോത്ഥാനം എന്ന് വെച്ചാൽ അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് അറിയാൻ പാടാത്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ പുള്ളി ഇറ്റാലിയൻ റിനൈസൻസ് പോലെ എന്തോ ആണെന്ന് ആരോ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി ബ്രിട്ടാസോ മറ്റോ ചെയ്തതാണ്. പിന്നെ ഈ നാട്ടിലെ ജനസംഖ്യയുടെ പകുതിയിൽ അല്പം കൂടുതലുള്ള സ്ത്രീകളെല്ലാം ക്യൂ നിന്ന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ കൂട്ടിയും എന്നൊക്കെ അദ്ദേഹം വ്യാമോഹിച്ചു. അങ്ങനെ സംഭവിക്കാൻ പോലും നമുക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷേ പുള്ളിക്ക് അങ്ങനെ തെറ്റുപറ്റി എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? സത്യമാണ്. പിന്നെ ശ്രീജിത്ത് പറഞ്ഞതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി, ഈ പുലിപ്പുറത്ത് വരുന്ന ഐഡിയ കൊടുക്കരുത്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ അവർ ചെയ്തു കളയും. അത് നമ്മളെ ഒന്ന് ഇരുത്തിയതല്ലേ? ശ്രീജിത്ത് ഭായി ഐഡിയ കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. സത്യസന്ധമായ ഒരു കാര്യം കൂടെ പറയാം, ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാം. പ്രയാസമുള്ള കാര്യവുമല്ല. തൊഴിൽ തിന്നുന്ന ബഗൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പ്യൂട്ടറിനെയൊക്കെ ഒരു സമയത്ത് എതിർത്തിരുന്ന സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് സമരം ഒക്കെ നയിച്ചിട്ട് നാട്ടുകാരോട് മുഴുവനും പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച ആൾക്കാരോട് അവസാനം 10-30 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കേണ്ടുന്ന അവസ്ഥ വന്നതാണ്. നോക്കൂ, ഈ ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്യാനായിട്ട് സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അവിടെ കഴിയില്ല എന്നിരിക്കെ പിന്നീട് എന്താണ് ഈ ഒരു ആഗോള സംഗമം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം എന്നാണ് പേര്. സുസ്ഥിര വികസനത്തിനുള്ളതാണെങ്കിൽ വികസന സംഗമം, ശബരിമല വികസന സംഗമം എന്ന് പേരിടണം. ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിട്ട സ്ഥിതിക്ക് ഹോർഡിങ്ങിലൊക്കെ ശ്രീ ശബരിമല അയ്യപ്പന്റെ വലിയ ചിത്രമാണ് കൊടുക്കേണ്ടത്.
അതിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പിണറായി വിജയനോ വി എൻ വാസവനോ ഇരിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നാടൊട്ടുക്ക് വെക്കുന്ന വലിയ ഹോർഡിങ്ങുകളിൽ, ചിത്രങ്ങളിൽ ശബരിമല അയ്യപ്പൻ്റെ ചിത്രം തന്നെ വെക്കണം. നേരത്തെ ശബരിമലയിലേക്ക് MLA-മാരും മന്ത്രിമാരും ഒക്കെ വരുമോ എന്ന് ശ്രീ ശ്രീജിത്ത് ചോദിച്ചു. അവരൊക്കെ വരണം. നമ്മുടെ നവകേരള ബസ് ഇതുവരെ മ്യൂസിയത്തിൽ കയറ്റിയിട്ടില്ല. ആ നവകേരള ബസ് അതിനുപയോഗിക്കണം.